അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും അറിഞ്ഞ ഒരു വാർത്തയാണ്. മലയാറ്റൂർ ഒരു ചെറിയ പെൺകുട്ടി മരിച്ചു കിടന്ന വിവരം. അപ്പോൾ പിന്നെ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ കണ്ടെത്തിയപ്പോൾ അറിഞ്ഞത് കൂടെ കൊണ്ടുപോയ ഒരു ഫ്രണ്ട് തന്നെയാണ് തലയ്ക്ക് അടിച്ച് കൊന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് അല്ലേ, ചെറിയ പെൺകുട്ടികൾ. അപ്പോൾ എങ്ങനെ ആ കുട്ടി മലയാറ്റൂർ എത്തി എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമുണ്ട്. അതെ, ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോയത്. വിശ്വാസമുള്ള ഫ്രണ്ടായിരുന്നു, അതുകൊണ്ട് പോയി. ഇപ്പോൾ ഈവൻ ചിലപ്പോൾ ആ വിശ്വാസമുള്ള ഫ്രണ്ടിനെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടാവില്ല, വീട്ടുകാർ അറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കൂടെ മലയാറ്റൂർ വരെ എത്തിയത്. കാരണം ഈവൻ ആ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് എന്നും വീട്ടുകാർക്ക് അറിയാമെങ്കിലും ഒരു പക്ഷേ ഈ കുട്ടി മരണത്തിന് കീഴടങ്ങേണ്ടി വരില്ലായിരുന്നു. കാര്യം അവനൊരു ചെറിയൊരു പേടി വരും, വീട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ ആണ് കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവനൊരു ഫ്രോഡ് ഫ്രണ്ടാണ്, അല്ലെ ഫേക്ക് ഫ്രണ്ടാണ്, അതുകൊണ്ടാണല്ലോ കൊന്നു കളഞ്ഞത് എന്താണെങ്കിലും. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒന്നും നോക്കുന്നില്ല, ഒന്നും. കാര്യം എന്താ പറയുക, ഇപ്പോൾ ഈ എറണാകുളത്ത് തന്നെ കുറേ ഒരുപാട് കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ചെറിയ പെൺകുട്ടികളൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ചിലപ്പോൾ ചെറിയ ശമ്പളമൊക്കെ ആയിരിക്കും, അതിനൊക്കെ വന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യാന്ന്, ഇവിടെ അല്ലെങ്കിൽ അതായത് എറണാകുളം അല്ലെങ്കിൽ ബാംഗ്ലൂർ ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവർ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ് അടങ്ങി പോവുക, ചില്ലാക്കുക എന്നുള്ളതാണ് കാര്യം. രാത്രി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചില്ലായി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരിക്കും എറണാകുളം, ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ശരിയാണ്, ചില്ലാണ്, ഹാപ്പി ആവാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് നല്ല രീതിയിൽ. ഒന്നാമത് നിങ്ങളൊക്കെ ചിലപ്പോൾ ചെന്നെത്തുക ഏതെങ്കിലുമൊക്കെ ഫ്രണ്ടിനെ പരിചയപ്പെട്ടായിരിക്കും നിങ്ങൾ ചില്ലാകുന്നത്. ആ ഫ്രണ്ട് വഴി നിങ്ങൾ ചിലപ്പോൾ ചെന്നെത്തിപ്പെടുന്നത് വല്ല സെക്സ് റാക്കറ്റിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയയിലോ ഒക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ വളർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടുന്ന സോഷ്യൽ മീഡിയ സന്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഒരു 26, 27 അല്ലെങ്കിൽ 30 വരെ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കുക, അത് കഴിഞ്ഞിട്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ അതൊരു നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ കഴിച്ച് അതിൻ്റെ പേരിൽ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്കും നിങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ആ ഒരു അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതാണ്, ചില്ലാവുക, രാത്രിയൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടന്നാലോ എവിടെയെങ്കിലുമൊക്കെ ഫ്രണ്ടിൻ്റെ കൂടെ കാണാലോ യാതൊരു പ്രശ്നമില്ല, ആരും ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യം വീട്ടുകാർ അറിയാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. മാക്സിമം അടിച്ചു പൊളിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടുകാർ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന എന്തും അത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം ഒരുപാട് കുട്ടികൾ വലിയ വലിയ കളികളിലേക്ക് വീണ് പോകുന്നുണ്ട്, ചില കുട്ടികൾ മരണത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് അറിയുന്നു എന്ന് മാത്രം. ഇതിലും വലിയ അപകടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എനിക്ക് കിട്ടിയ അറിവുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. രാത്രി കാലങ്ങളിൽ നിങ്ങൾ വളരെ സേഫായിട്ടിരിക്കണം എന്നുള്ളതാണ്. ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ നിങ്ങൾ കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് വീട്ടുകാരെ അറിയിക്കണം, ഏത് ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് എന്നുള്ളത് വീട്ടുകാരെ അറിയിക്കുക. ഏത് സമയത്ത് നിങ്ങൾ ഇറങ്ങി ഏത് സമയത്ത് നിങ്ങൾ തിരികെ എത്തി എന്നുള്ളത് വീട്ടുകാരെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ അപകടങ്ങളിലേക്ക് പോവേണ്ട ഒരവസ്ഥ വരില്ല എന്നാണ് എനിക്ക്. അതല്ലേ ചെയ്യാൻ പറ്റുമോ, അല്ല നിങ്ങളോട് പോകണ്ട, അങ്ങനെ ചെയ്യണ്ട, അതൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതൊക്കെയാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ ഓക്കെ. ഈ കുട്ടിക്ക് വന്ന അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ.